ശ്രീമദ് ദേവി ഭാഗവതം 14-ാം അധ്യായം തുടർച്ച. ശുകൻ: എന്താത പാദരേ, ഏതുണ്ടു ചൊല്ലുക, സന്താപമില്ലാത്ത സൗഖ്യമൊന്നൂഴിയിൽ. അത്തലുൾ ചേർന്ന സുഖത്തെ സുഖമെന്നു തത്വമറിഞ്ഞോർ പിതാവേ കഥിക്കുമോ? ഞാനൊരു പെണ്ണിനെ വേൾക്കുമെന്നാകിലോ, നൂനമവൾക്കു വിധേയനാമപ്പോഴേ കഷ്ടം. പരാധീനനെങ്ങു സൗഖ്യം പിന്നെയൊട്ടുമേ, സ്ത്രീജിതനില്ലതു നിശ്ചയം. കൈവിലങ്ങാമ ഇത്യാദി ബന്ധങ്ങളെ കൈവിടാമർത്യന്നു വേണ്ടുന്ന വേളയിൽ, തിട്ടം അദ്ദാരപുത്രാദി ബന്ധങ്ങളേർപ്പെട്ടുപോയാൽ വിടാനൊക്കില്ലൊരിക്കലും. മൂത്രമലാദിക്കിരിപ്പിടമേവനം ഗാത്രമപ്പോലെ താൻ പെണ്ണിനുമെൻ ഗുരോ. ചേറ്റാത്മബോധം ലഭിച്ചുള്ളവർക്കതിൽ പറ്റുമോ സന്തോഷഭാവമൊട്ടെങ്കിലും. യോനിയിൽ ഉൾക്കൊതിക്കൈ പെരുകുന്നവൻ യോനിയിൽ തന്നെ പിറക്കേണ്ടതായി വരും. യോനിജനല്ലാതിരിക്കവേ പിന്നെയേ ഞാനറിഞ്ഞ തീവിനയ്ക്കായി ശ്രമിക്കയോ. സത്യമാം ബ്രഹ്മസൗഖ്യത്തെ വിട്ടേതൊരാൾ മിഥ്യയാം നാരീസുഖത്തെ ഇച്ഛിപ്പതും. മുക്തനായി ആത്മാവിലാരമിക്കുന്നവൻ ശക്തിയുൾക്കൊള്ളുമോ തുച്ഛഭോഗങ്ങളിൽ. ഈ എന്നാലതീതമാം വേദമെന്തെന്നതു മുന്നമേ തന്നെ ഭവാനോടു ചൊല്ലിനേൻ. പിന്നെ പഠിപ്പിച്ചു ഹിംസയും കർമ്മവും ചൊന്നിടും ആംനായമെന്നേ ബൃഹസ്പതി. അദ്ദേവദേശികൻ ഗാർഹസ്ഥ്യവൃത്തിമാൻ, അദ്ദേവമെവ്വണ്ണമജ്ഞാനമുക്തനാം ആതുരനായി കഴിയുന്ന വൈദ്യകനേതൊരു മട്ടിൽ ചികിത്സിക്കുമന്യരേ. സന്തതം മോക്ഷമിച്ചിപ്പോരെനിക്കുഹാ, ഹന്ത ഗൃഹസ്ഥൻ ഗുരുവായി ചമഞ്ഞിതേ. ദേവഗുരുവിനെ ഞാനൊരു മട്ടിനു സേവനം ചെയ്തിങ്ങു പോന്നേൻ മഹാമതേ. എൻ പിതാവെന്നെ പെരുമ്പാമ്പിൻ്റെ വൻഭയം തീണ്ടാതെ കാത്തുകൊള്ളേണമേ. ചെറ്റിളയ്ക്കാതെ നക്ഷത്രചക്രപ്പടി ചുറ്റിത്തിരിയുന്നു സംസാരമെപ്പോഴും. രാവും പകലും ഇളവെന്നിവാസരദേവൻ കറങ്ങി തിരിയുന്ന മാതിരി തത്വം നിനക്കിൽ ക്ഷണികമാം സംസാരവൃത്തിയിലെന്തൊരു സൗഖ്യം കൃപാനിധേ. ഉള്ളുണരാത്തോനതിങ്കൽ സുഖം കണ്ടുകൊള്ളുന്നു കീടമധ്യത്തിലെന്ന പോൽ. നല്ലപോൽ വേദങ്ങൾ ശാസ്ത്രങ്ങൾ ഈ വകയെല്ലാം പഠിച്ചു പൊരുളറിഞ്ഞിട്ടുമേ കെട്ട സംസാരപ്രിയം വിടാത്തോർക്കും അപ്പട്ടികൾക്കും തമ്മിലെന്തുണ്ടൊരന്തരം. ദുർലഭം മർത്യപ്പിറപ്പത് കിട്ടുവോർ നല്ലവണ്ണം ശ്രുതിജ്ഞാനമാപിക്കിലും. സംസാരബന്ധത്തിലാണ്ടുപോമെങ്കിലോ ഹിംസാരമെന്നവർ പിന്നെ വിമുക്തരാം. ഗേഹം, മകൻ, ഭാര്യ തൊട്ട വസ്തുക്കളിൽ മോഹം മുഴുക്കുന്ന മൂഢപ്രഭുക്കളെ വിദ്വജ്ജനങ്ങളെന്നോതുകിലായതി മേൽത്തരമായില്ലൊരത്ഭുതമൂഴിയിൽ. ലോകപ്പരപ്പിതിലേതൊരു മർത്യനോ സ്ത്രീകളിൽ തീരെയാകാംക്ഷ കൊള്ളാത്തവൻ, ബുദ്ധിമാനും സർവശാസ്ത്രവിജ്ഞാനിയും
അധീരചിത്തനൊരുവനെത്രേ ദൃഢം. സത്യബോധത്തിൻ്റെ മാർഗം തെളിക്കാത്ത ശാസ്ത്രപാഠം ഫലപ്പെട്ടതല്ലൊട്ടുമേ. മുറ്റും പുമാനെ ഗ്രഹിക്ക കൊണ്ടല്ലയോ പറ്റി ഗൃഹമെന്ന പേരു ഗേഹത്തിനു. ആവിധം കെട്ടായിടും ഗൃഹത്തിൽ സുഖമാവിർഭവിക്കുമോ? ഭീതിയൊന്നെന്നിയേ. ജ്ഞാനം തരിമ്പും പെടാതെ കണ്ടുത്തമ മാനവജന്മത്തെ മോഹാന്തബുദ്ധികൾ താനേ വലിച്ചെറിയുന്ന ഭവക്കൊടും തീ നരകത്തിൻ്റെ തീവ്രഗർത്തങ്ങളിൽ.